ഒരിടത്തൊരിടത്ത് ദൂരെ 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 ഒരു രാജ്യത്ത് ഒരു രാജാവിന് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അവളെ എല്ലാവരും തക്കാളി രാജകുമാരി എന്നായിരുന്നു വിളിച്ചിരുന്നത്. കാരണം അവൾ ചുമന്ന സുന്ദരി കുട്ടിയായതുകൊണ്ട് മാത്രമല്ല, അവൾക്ക് ഒരു തക്കാളിയോളം മാത്രമേ വലിപ്പമുണ്ടായിരുന്നുള്ളൂ. അത്ര ചെറിയ ഒരു പെൺകുട്ടിയായിരുന്നു ഈ തക്കാളി രാജകുമാരി. മാത്രമല്ല അവളുടെ കാലിന് ഒരു മുടന്തുമുണ്ടായിരുന്നു. ഇത് കാരണം രാജാവിന് വലിയ വിഷമമായിരുന്നു. മകൾ വളർന്ന് വിവാഹപ്രായം എത്തിയപ്പോൾ രാജാവ് അവൾക്ക് വേണ്ടി വിവാഹം ആലോചിച്ചു തുടങ്ങി. അപ്പോൾ രാജകുമാരി പറഞ്ഞു, എനിക്ക് സാധാരണ വരന്മാരെ ഒന്നും വേണ്ട, എൻ്റെ കാലിലെ മുടന്തൊക്കെ മാറ്റിത്തരാൻ പറ്റുന്ന ഒരാളെ എനിക്ക് വിവാഹം കഴിച്ചു തന്നാൽ മതി. അപ്പോൾ തന്നെ രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. നാടെങ്ങും രാജഭടന്മാർ ചെന്ന് വിളംബരം ചെയ്തു. ആരാണോ രാജകുമാരിയുടെ കാലിലെ മുടന്ത് മാറ്റിക്കൊടുക്കുന്നത് അവരെ രാജകുമാരിക്ക് വിവാഹം കഴിച്ചു കൊടുക്കും. മാത്രമല്ല അയാളെ ഭാവി രാജാവായിട്ട് വാഴിക്കുകയും ചെയ്യും. ഈ വിളംബരം കേട്ടിട്ട് ഒരുപാട് പേര് വന്നു രാജകുമാരിയുടെ കാലിലെ മുടന്ത് മാറ്റാൻ. മരുന്നും മന്ത്രവും ഒന്നും രാജകുമാരിയുടെ മേൽ ഫലിച്ചില്ല. അവൾ ഒരു മുടന്തിയായി തന്നെ തുടർന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. ഈ രാജ്യത്തിന് പുറത്ത് ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ വീട്ടിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു, ഒരു ആൺകുട്ടി. അവനെ എല്ലാവരും മഷിക്കുപ്പി ചെക്കനായിരുന്നു വിളിച്ചിരുന്നത്. കാരണം അവന് ഒരു മഷിക്കുപ്പിയോളം മാത്രമേ വലിപ്പമുള്ളൂ. എല്ലാവരും അവനെ കളിയാക്കും. അവനെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് അവൻ്റെ വീട്ടുകാർ പോലും വിചാരിച്ചു. അങ്ങനെ ഇരിക്കെ ഈ മഷിക്കുപ്പി ചെക്കൻ രാജാവിൻ്റെ വിളംബരത്തെപ്പറ്റി കേട്ടു. ഒരുപാട് ആൾക്കാർ ചെന്ന് പരാജയപ്പെട്ട മത്സരമാണെങ്കിലും തക്കാളി പെണ്ണിനെ പറ്റി കേട്ടപ്പോൾ അവളെ തനിക്ക് ചേർന്ന് വധുവായിരിക്കുമല്ലോ എന്ന് മഷിക്കുപ്പി ചെക്കന് തോന്നി. അവൻ തക്കാളി രാജകുമാരിയുടെ കാലിലെ മുടന്ത് എങ്ങനെ മാറ്റാൻ പറ്റും എന്ന് തല പുകഞ്ഞ് ആലോചിച്ചു. ആരോടെങ്കിലും പറഞ്ഞാൽ കളിയാക്കും. അതുകൊണ്ട് അവനിതൊന്നും ആരോടും പറയാൻ പോയില്ല. ഒരു ദിവസം തൻ്റെ ഭാണ്ഡമൊക്കെ മുറുക്കി കെട്ടി വീട്ടുകാരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവൻ വീട് വിട്ടിറങ്ങി. കുറേ ദൂരം ചെന്നപ്പോൾ ഒരു പാടത്തെത്തി. പാടത്തെ വരമ്പത്തിരുന്ന് കുറച്ച് ഭക്ഷണം കഴിക്കാമെന്ന് അവൻ കരുതി. അപ്പോൾ കുറച്ച് മാറി ഒരു മരത്തണലിൽ ഒരു അപ്പൂപ്പൻ ഇരിക്കുന്നത് കണ്ടു. അവൻ ആ അപ്പൂപ്പൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, അപ്പൂപ്പ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, എന്ത് പറ്റി? അപ്പൂപ്പൻ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. കാരണം മഷിക്കുപ്പി ചെക്കനെ കാണണമെങ്കിൽ കുനിഞ്ഞു നോക്കണം. അപ്പൂപ്പൻ ചുറ്റും നോക്കുന്ന കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ദാ താഴേക്ക് നോക്ക്, ഞാൻ താഴെയുണ്ട്. അപ്പൂപ്പൻ താഴേക്ക് കുനിഞ്ഞു നോക്കിയപ്പോൾ ദാ നിൽക്കുന്ന ഒരു കൊച്ചു പയ്യൻ. അപ്പൂപ്പൻ പറഞ്ഞു, മോനെ എനിക്ക് വിശക്കുന്നു, കുറേ ദൂരമായി യാത്ര ചെയ്യുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ കുറച്ച് ഭക്ഷണമുണ്ട്, അപ്പൂപ്പൻ അതെടുത്തോളൂ. മഷിക്കുപ്പി ചെക്കൻ ആകെ ഇത്തിരിയേ ഉള്ളൂ. അവന് കഴിക്കാനുള്ള ഭക്ഷണമാണെങ്കിൽ അതിലും കുറവാണ്. എന്നാലും അവൻ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം അപ്പൂപ്പന് കൊടുത്തു. അപ്പൂപ്പൻ സന്തോഷത്തോടെ അത് വാങ്ങി. അതിലൊരു പിടിയെടുത്ത് വായിലിട്ടിട്ട് ബാക്കി അവന് തന്നെ തിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിൻ്റേത് നല്ല ഒരു മനസ്സാണ്, നിനക്ക് നന്മയെ വരൂ, നീ എവിടെ പോവാ കുഞ്ഞെ? അവൻ പറഞ്ഞു, തക്കാളി രാജകുമാരിയുടെ കാലിലെ മുടന്ത് മാറ്റാൻ പറ്റിയാൽ അവൾ എന്നെ വിവാഹം കഴിക്കുമല്ലോ, അവനൊരു വിദ്യ അന്വേഷിച്ച് പോവുകയാണ്. അപ്പൂപ്പൻ പറഞ്ഞു, എനിക്ക് അതിനുള്ള വിദ്യ ഒന്നും അറിഞ്ഞൂടാ, പക്ഷേ നീ അതിൽ വിജയിക്കുക തന്നെ ചെയ്യും. ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞുതരാം, ഒരു മന്ത്രം. ഈ മന്ത്രം ചൊല്ലിയാൽ നിനക്കൊരു തേനീച്ചയായിട്ട് മാറാൻ പറ്റും. ചിലപ്പോൾ നിൻ്റെ വഴിയിൽ നിനക്കതുകൊണ്ട് ഉപകാരം വന്നേക്കും. അങ്ങനെ ആ അപ്പൂപ്പൻ മഷിക്കുപ്പി ചെക്കന് ഒരു മന്ത്രം പഠിപ്പിച്ചു കൊടുത്തു. കണ്ണടച്ചത് ചൊല്ലിയാൽ അവനൊരു തേനീച്ചയായിട്ട് മാറാൻ പറ്റും. കുറച്ചു നേരം കഴിഞ്ഞ് അവൻ ആഗ്രഹിക്കുമ്പോൾ അവന് മനുഷ്യരൂപത്തിലേക്ക് തിരിച്ചു വരാനും പറ്റും. എന്തായാലും ഒരു വിദ്യ കിട്ടിയതല്ലേ എന്ന് വിചാരിച്ച് ആ മന്ത്രവും പഠിച്ചുകൊണ്ട് മഷിക്കുപ്പി ചെക്കൻ വീണ്ടും മുന്നോട്ട് നടന്നു. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ വഴിയിൽ അവന് മുന്നേ ഒരു പാവപ്പെട്ട അമ്മൂമ്മ തലയിൽ ഒരു കെട്ട് വിറകുമായിട്ട് നടന്നു പോകുന്നത് കണ്ടു. അവൻ ഓടി അമ്മൂമ്മയുടെ ഒപ്പം എത്തി. എന്നിട്ട് പറഞ്ഞു, അമ്മൂമ്മ ഈ വിറക് ഇങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അമ്മൂമ്മ ദൂരേക്ക് കൈ ചൂണ്ടി കാണിച്ചിട്ട് പറഞ്ഞു, ദാ മോനെ കണ്ടോ, അതെൻ്റെ വീടാ, അങ്ങോട്ട് ഈ വിറകും കൊണ്ട് പോവുക. എനിക്ക് നല്ല വിശപ്പായി തുടങ്ങി. അവിടെ ചെന്നിട്ട് ഈ വിറക് കൊണ്ട് തീ കത്തിച്ചിട്ട് വേണം എനിക്ക് കഞ്ഞി വെച്ച് കുടിക്കാൻ. മഷിക്കുപ്പിച്ചക്കൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം അമ്മൂമ്മേ, ഇത് ഞാനവിടെ കൊണ്ടുവച്ച് തരാം. അമ്മൂമ്മ പ്രായമായ ആളല്ലേ, എത്ര ദൂരം ഈ ഭാരവും കൊണ്ട് നടക്കണ്ട. അമ്മൂമ്മയ്ക്ക് അത്ഭുതം തോന്നി. ഇത്തിരി പോകുന്ന ഈ ചെക്കനാണോ ഈ ഇത്രയും വലിയ വിറക് കെട്ട് അവിടം വരെ കൊണ്ടുതരാൻ പോകുന്നത്? അമ്മൂമ്മ ചിന്തിക്കുന്നതിന് മുമ്പേ മഷിക്കുപ്പി ചെക്കൻ ഒറ്റ ചാട്ടത്തിന് അമ്മൂമ്മയുടെ തലയിലെ വിറക് കെട്ട് അവൻ്റെ തലയിലേക്ക് മാറ്റിക്കളഞ്ഞു. എന്നിട്ട് അതും കൊണ്ട് ഒറ്റ ഓട്ടം ഓടിച്ചെന്ന് അവന് ആ വിറക് അമ്മൂമ്മയുടെ വീടിനെ മുറ്റത്ത് വെച്ചു. അമ്മൂമ്മ അത്ഭുതപ്പെട്ടു പോയി. മഷിക്കുപ്പിയോളം വലിപ്പമുണ്ടെങ്കിൽ ഇവന് നല്ല ബലമുണ്ട് എന്ന് അമ്മൂമ്മയ്ക്ക് മനസ്സിലായി. അമ്മൂമ്മ മെല്ലെ നടന്ന് വീട്ടിലെത്തി. എന്നിട്ട് അവനോട് പറഞ്ഞു, എന്തായാലും സന്ധ്യ ആവാറായില്ല, നീ ഇന്ന് ഇവിടുന്ന് പോവണ്ട, നീ എൻ്റെ കൂടെ കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ച് ഇവിടെ താമസിക്കുക, നാളെ രാവിലെ പോകാം. അവൻ സമ്മതിച്ചു. അങ്ങനെ അമ്മൂമ്മ കഞ്ഞി വെച്ചു, അവനും കൂടെ കൊടുത്തു. കഞ്ഞിയൊക്കെ കുടിച്ച് അമ്മൂമ്മയുടെ പഴംപുരാണമൊക്കെ പറഞ്ഞ് അവന് അന്ന് രാത്രി അവിടെ തങ്ങി.
രാവിലെ പോകാൻ നേരത്ത് അമ്മൂമ്മ അവനോട് ചോദിച്ചു, മോനെ എവിടെ പോവാ? അവൻ പറഞ്ഞു, തക്കാളി രാജകുമാരിയുടെ കാലിലെ മുടന്ത് മാറ്റാനുള്ള മരുന്ന് അന്വേഷിച്ച് പോവാം. അമ്മൂമ്മയ്ക്ക് അങ്ങനെയുള്ള മരുന്നുണ്ടാക്കുന്ന ആരെങ്കിലും അറിയാമോ? അമ്മൂമ്മ പറഞ്ഞു, എനിക്ക് ആ മരുന്ന് എവിടാന്നറിയാം. അവന് അത്ഭുതം തോന്നി. അവൻ ചോദിച്ചു, അമ്മൂമ്മ എനിക്ക് പറഞ്ഞു തരാമോ ആ മരുന്ന്? അമ്മൂമ്മ പറഞ്ഞു, അതിനെന്താ, നിനക്കേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. ഇവിടെ നിന്ന് ഈ തെക്കോട്ട് കുറേ ദൂരം പോകുമ്പോൾ ഒരു കണ്ണാടി മലയുടെ അടിവാരത്തിലെത്തും. കണ്ണാടി മല കണ്ണാടി കൊണ്ടുള്ള മലയാണ്. അതിന് മുകളിലേക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരടി നടന്നാൽ 3 അടി താഴോട്ട് വീഴും. തെന്നി തെന്നി പോകുന്ന മല. ആ മലയുടെ മുകളിൽ തുള്ളിച്ചാടി നടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയുണ്ട്. നല്ല വെളുത്ത് തുടുത്ത ഒരാട്ടിൻകുട്ടി, പഞ്ഞി പോലെ മിനുത്ത രോമമുള്ള ആട്ടിൻകുട്ടിയാണ്. അതെപ്പോഴും തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും. ആ ആട്ടിൻകുട്ടിയുടെ കഴുത്തിൽ ഒരു മണി കെട്ടിയിട്ടുണ്ട്. ആ മണിയുടെ ശബ്ദം 3 തവണ കേട്ടാൽ രാജകുമാരിയുടെ കാലിൽ മുടന്തു പോകും. അപ്പോൾ അവൻ ചോദിച്ചു, അമ്മൂമ്മേ, എന്നാൽ പിന്നെ ഞാൻ ആ കണ്ണാടി മലയിലേക്ക് പോട്ടെ? അമ്മൂമ്മ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നിനക്ക് ആ മലയുടെ മുകളിലേക്ക് കയറാൻ പറ്റില്ല. നിനക്കെന്നല്ല ആർക്കും പറ്റില്ല. അതിന് പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അത് രാക്ഷസന്മാരുടെ രാജാവിൻ്റെ ലായത്തിൽ ഒരു ചിറകുള്ള കറുത്ത കുതിരയുണ്ട്. ആ കുതിരപ്പുറത്ത് കയറിയാൽ ആ കുതിര നിന്നെ പറന്ന് ആ മലമുകളിൽ കൊണ്ടെത്തിക്കും. പക്ഷേ ഈ കുതിരയുടെ അടുത്തെത്താൻ വലിയ പ്രയാസമാണ്. എങ്ങനെയെങ്കിലും നിനക്ക് കുതിരയുടെ അടുത്തെത്തി അതിൻ്റെ പുറത്ത് കയറാൻ പറ്റിയാൽ അത് നിന്നെ ആ മലയുടെ മുകളിൽ എത്തിച്ചോളും. അവൻ പറഞ്ഞു, സാരമില്ല അമ്മൂമ്മ ഇത്ര എനിക്ക് പറഞ്ഞു തന്നല്ലോ, ഞാനൊന്ന് പോയി നോക്കട്ടെ രാക്ഷസ രാജാവിൻ്റെ ലായത്തിലെ കുതിര എവിടാന്ന്. അമ്മൂമ്മ രാക്ഷസ രാജാവിൻ്റെ കൊട്ടാരം എവിടാന്നൊക്കെ അവന് പറഞ്ഞു കൊടുത്തു. അവൻ നടന്ന് കൊട്ടാരത്തിൻ്റെ അടുത്തെത്തി. കൊട്ടാരത്തിന് ചുറ്റും കരിങ്കല്ല് കൊണ്ടുള്ള വലിയ മതിലും തടി കൊണ്ടുള്ള വലിയൊരു വാതിലും ഉണ്ടായിരുന്നു. ആ വാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. സാധാരണ 100 പേര് തള്ളിയാലും ആ വാതിൽ തുറക്കില്ല, അത്രയ്ക്ക് വലിയ വാതിൽ. മഷിക്കുപ്പിച്ചക്കൻ അവിടെയൊക്കെ നടന്ന് നോക്കിയപ്പോൾ ചിതൽ കയറിയിട്ട് വാതിലിൻ്റെ ഒരറ്റം ദ്രവിച്ചിരിക്കുന്നത് കണ്ടു. അവനാകെപ്പാടെ ഇത്തിരിയല്ലേ ഉള്ളൂ. അത് ദ്രവിച്ച ഭാഗത്തുകൂടി അവൻ ഉരുണ്ടുരുണ്ട് അകത്ത് കയറി. അതിനകം നിറയെ രാക്ഷസന്മാരായിരുന്നെങ്കിലും ആരും അവനെ കണ്ടില്ല. അവരൊക്കെ വലിയ ഭീമാകാരന്മാരായത് കാരണം നിലത്തൂടെ ഉരുണ്ടുരുണ്ട് പോകുന്ന മഷിക്കുപ്പിച്ചക്കനെ ആർക്കും കാണാൻ പറ്റിയില്ല. വഴികളിലൂടെ പതുക്കെ പമ്മി നടന്ന് അവൻ രാക്ഷസ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിന് പിന്നമ്പുറത്ത് കുതിരകളെ പാർപ്പിച്ചിരിക്കുന്ന ലായത്തിലേക്ക് അവൻ ചെന്നു. അതിനുള്ളിൽ കയറിയിട്ട് അവിടെ വൈക്കോൽ കൂനയ്ക്കുള്ളിൽ അവൻ പാത്തിരുന്നു. കുറേ നേരം കഴിഞ്ഞു, രാത്രിയായി. അവൻ നോക്കുമ്പോൾ ഒരുപാട് വെള്ള കുതിരകളും ചുവന്ന കുതിരകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഒറ്റ കറുത്ത കുതിരയുള്ളൂ. അതിനാണെങ്കിൽ 2 വശത്തും മനോഹരമായ ചിറകുകളുമുണ്ട്, തിളങ്ങുന്ന ചിറകുകൾ. മഷിക്കുപ്പിച്ചക്കൻ പതുക്കെ ചെന്ന് കുതിരയുടെ മുകളിലേക്ക് ഒറ്റ ചാട്ടത്തിന് കയറി. പെട്ടെന്ന് കുതിര ഉറക്ക നിലവിളിച്ചു, അയ്യോ എന്നെ കട്ടുകൊണ്ട് പോന്നേന്ന്. മഷിക്കുപ്പിച്ചക്കൻ പേടിച്ചു പോയി. ശബ്ദം കേട്ട രാക്ഷസ രാജാവും ഭടന്മാരും എല്ലാം ഉണർന്നു. അവർ പാഞ്ഞ് ലായത്തിലേക്ക് വന്നു. അവർ ഓടി വരുന്ന ശബ്ദം കേട്ടതും മഷിക്കുപ്പിച്ചക്കൻ മന്ത്രം ചൊല്ലി ഒരു തേനീച്ചയായിട്ട് മാറി. എന്നിട്ട് അവൻ പറന്ന് ഉത്തരത്തിൽ പോയിരുന്നു. രാക്ഷസ രാജാവ് വന്നു. ചുറ്റുപാട് നോക്കി, ആരെയും കണ്ടില്ല. വൈക്കോലിളക്കി നോക്കി, വെള്ളത്തൊട്ടിയിൽ നോക്കി, ഓട്സിൻ്റെ കൂനെ നോക്കി, എവിടെയും ആരെയും കണ്ടില്ല. എല്ലാവരും തിരിച്ചു പോയി ഉറപ്പായപ്പോൾ മഷിക്കുപ്പിച്ചക്കൻ വീണ്ടും പമ്മി ചെന്നു. കുതിരപ്പുറത്തേക്ക് ചാടിക്കയറി. കുതിര വീണ്ടും ഉറക്ക നിലവിളിച്ചു. നേരത്തെ വന്നതുപോലെ എല്ലാവരും ഓടി വന്നു. അപ്പോഴേക്കും മഷിക്കുപ്പിച്ചക്കൻ മന്ത്രം ചൊല്ലി വീണ്ടും തേനീച്ചയായിട്ട് മാറി ഒരു തൂണിന് പിന്നിൽ ഒളിച്ചിരുന്നു. രാക്ഷസ രാജാവ് വന്ന് അവിടെയൊക്കെ നോക്കി, ആരെയും കണ്ടില്ല. രാജാവ് കുതിരയുടെ പുറത്തിട്ട് ഒറ്റയടി വെച്ചു കൊടുത്തു. മേലി ഇങ്ങനെ കിടന്ന് നിലവിളിച്ചേക്കരുത്, എനിക്ക് ഉറങ്ങണം, എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. കുതിര പേടിച്ചു പോയി. എല്ലാവരും പോയി എന്ന് ഉറപ്പായപ്പോൾ മഷിക്കുപ്പിച്ചക്കൻ ഓടിച്ചെന്ന് കുതിരയുടെ പുറത്ത് വീണ്ടും കയറി. ഇത്തവണ കുതിര നിലവിളിച്ചില്ല. അവൻ കുതിരയുടെ കടിഞ്ഞാണിൽ പിടിച്ച് വലിച്ചു. കുതിര നേരെ കണ്ണാടിമലയുടെ മുകളിലേക്ക് പറന്ന് ചെന്നു. നേരം വെളുത്തപ്പോഴേക്കും കണ്ണാടിമലയുടെ മുകളിൽ ചെന്ന് കുതിര ഇറങ്ങി. മഷിക്കുപ്പിച്ചക്കൻ താഴെ ഇറങ്ങി നോക്കുമ്പോൾ അവിടെ തുള്ളിച്ചാടി കളിക്കുന്നു വെളുത്ത ഒരാട്ടിൻകുട്ടി. അതിൻ്റെ കഴുത്തേൽ ഭംഗിയുള്ള മണിയുണ്ട്. അവൻ മെല്ലെ ചെന്നു ആട്ടിൻകുട്ടിയെ തലോടി. ആട്ടിൻകുട്ടി നിൽക്കുന്നില്ല. അവൻ ആട്ടിൻകുട്ടിയുടെ പിന്നാലെ ഓടിപ്പാഞ്ഞ് നടന്നു. അങ്ങനെ ഓടി അവസാനം അവന് ആ മണിയിൽ പിടികിട്ടി. അവൻ മണിയിൽ പിടിച്ചതും മണ്ണിനടിയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ഭൂതം.
ഭൂതം മഷിക്കുപ്പിച്ചക്കനെ വിഴുങ്ങാൻ പാഞ്ഞു വന്നു. അവൻ ഓടി മാറി ചാടി മാറി, ഒരു രക്ഷയില്ല. ഭൂതം അവനെ പിടിച്ചു. എന്നിട്ട് വിരലുകൊണ്ട് അവനെ നുള്ളിയെടുത്ത് മേലേക്ക് ഉയർത്തി നോക്കി. എന്നിട്ട് പറഞ്ഞു, നിന്നെ എനിക്ക് ഒന്നിനും ഇല്ലല്ലോ, ഒന്ന് വിഴുങ്ങാൻ പോലും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യേ, എന്തായാലും ഇത്ര വലിയ സാഹസം കാണിച്ച് ഇവിടെ വന്നവനല്ലേ, നിനക്ക് ഞാനൊരു ജോലി തരാം. ഇതവിടെ കിടക്കുന്ന വിറകെല്ലാം കീറ്. എനിക്കിന്ന് സൂപ്പ് ഉണ്ടാക്കാൻ അടുപ്പി വെക്കാൻ വിറകില്ല. മാത്രമല്ല, സൂപ്പ് ഉണ്ടാക്കുമ്പോൾ നിന്നെ കൂടെ അതിലിട്ട് ഞാനങ്ങ് വേവിച്ച് തിന്നാം. മഷിക്കുപ്പിച്ചക്കൻ വിറകുണ്ടാക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന കുറേ മരങ്ങൾ അവൻ നിഷ്പ്രയാസം വെട്ടി താഴെ വീഴ്ത്തി. അത് വെട്ടിക്കീറി വിറകാക്കി തലയിലെടുത്ത് ഭൂതത്താൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. ഭൂതത്താൻ അത്ഭുതപ്പെട്ടുപോയി. ഇത്തിരി പോന്ന ഈ ചെക്കന് ഇത്ര അധികം ബലമുണ്ടായിരുന്നു. എന്തായാലും അത്ഭുതം ഭൂതത്താൻ പുറത്തൊന്നും കാണിച്ചില്ല. വലിയൊരു ചെമ്പ് പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഭൂതം മഷിക്കുപ്പിച്ചക്കനോട് പറഞ്ഞു, വേഗം വെള്ളം കോരി ഇതിൽ നിറയ്ക്ക്. നിഷ്പ്രയാസം അവൻ അതും ചെയ്തു. വലിയ ചെമ്പ് പാത്രം നിറയെ അവൻ വെള്ളം കോരി നിറച്ചു. ഭൂതത്തിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. മഷിക്കൂപ്പയുടെ അത്രയും വലിപ്പമുള്ള ഒരു കൊച്ചു ചെക്കൻ എത്ര വലിയ ജോലികളാണ് ചെയ്യുന്നത്. ഭൂതം അവനോട് പറഞ്ഞു, തീ കത്തിക്ക്. അവൻ തീ കത്തിച്ചു. വെള്ളം തിളപ്പിക്കാൻ തുടങ്ങി. കുറേ പച്ചക്കറികൾ ഭൂതം അതിനുള്ളിലേക്ക് ഇട്ടു. വെള്ളം വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഭൂതം തൊലി ഉരിച്ച കുറേ കാളകളെ കൊണ്ടുവന്ന് അതിനുള്ളിലിട്ടു. വീണ്ടും വെള്ളം തിളപ്പിക്കാൻ തുടങ്ങി. പിന്നെ തൂവല് പറിച്ച കോഴികളെ കൊണ്ടുവന്നിടാൻ തുടങ്ങി. എന്നിട്ട് വീണ്ടും തീ കത്തിച്ച് വെള്ളം തിളപ്പിച്ചു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഭൂതം ഉപ്പ് നോക്കാൻ വേണ്ടി ഒന്ന് കുനിഞ്ഞു. തക്ക നോക്കിയ മഷിക്കുപ്പിച്ചക്കൻ പെട്ടെന്ന് മന്ത്രം ചൊല്ലി ഒരു തേനീച്ചയായിട്ട് മാറിയിട്ട് ഭൂതത്തിൻ്റെ പിന്നിൽ ചെന്ന് ഒറ്റ കുത്തു കൊടുത്തു. പേടിച്ച് പോയ ഭൂതം ഒറ്റ ചാട്ടം. കാല് തെറ്റി അവൻ ബ്ലൂംന്ന് ആ സൂപ്പിനുള്ളിൽ വീണു. ആട്ടിൻകുട്ടിയുടെ കഴുത്തിലെ മണിയും എടുത്തുകൊണ്ട് മഷിക്കുപ്പിച്ചക്കൻ കുതിരപ്പുറത്ത് ചാടിക്കയറി. കുതിരയെ പായിച്ചു. കുതിര ആകാശത്തേക്ക് ഉയർന്ന് പറന്നു. രാജാവിൻ്റെ കൊട്ടാരത്തിനടുത്ത് ചെന്നിറങ്ങി. കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് എന്നിട്ട് അവന് ഒന്ന് മണിയടിച്ചു. അപ്പോഴുണ്ട് കൊട്ടാരത്തിൻ്റെ മുറ്റത്തെ തോട്ടത്തിലെ ചെടികളും മരങ്ങളും എല്ലാം നൃത്തം ചെയ്യാൻ തുടങ്ങുന്നു. അതൊരു മനോഹരമായ കാഴ്ചയായിരുന്നു. അവൻ രണ്ടാമതും മണിയടിച്ചു. അപ്പോൾ രാജകൊട്ടാരത്തിന് ചുറ്റുമുണ്ടായിരുന്ന ജനങ്ങളും രാജാവും രാജ്ഞിയും ഭടന്മാരും എല്ലാം പുറത്തേക്ക് വന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി. മഷിക്കുപ്പിച്ചക്കൻ മൂന്നാമതും മണിയടിച്ചു. മൂന്നാമത് മണിയടിച്ചപ്പോൾ രാജകുമാരി ഇതാ തുള്ളിച്ചാടി പുറത്തേക്ക് വരുന്നു. അവളുടെ കാലിലെ മുടം തക്ക മാറി. അവൾ അവിടെ നിന്ന് മനോഹരമായിട്ട് നൃത്തം ചെയ്തു. രാജാവിന് വളരെയധികം സന്തോഷമായി. രാജാവ് പറഞ്ഞു, എൻ്റെ മകളുടെ വിവാഹം ഇതാ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഈ മണിയുമായിട്ട് വന്ന ഇവനെയാണ് ഞാൻ എൻ്റെ മകളുടെ വരനായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. രാജ്യമെങ്ങും ആഘോഷമായി, വലിയ വിരുന്നായി, ഉത്സവമായി. അപ്പോഴുണ്ട് ഒരു ശബ്ദം കേൾക്കുന്നു. എന്ത് ശബ്ദമാ? നമ്മളുടെ രാക്ഷസന്മാർ രാജാവ് രാവിലെ എഴുന്നേറ്റപ്പോൾ കുതിരയെ കണ്ടില്ലെന്ന് മനസ്സിലായി. കുതിര അന്വേഷിച്ച് വരികയാണ് രാജാവ്. രാജാവ് പാഞ്ഞു വന്നു. ജനങ്ങളൊക്കെ പേടിച്ചു പോയി. രാജാവ് വായ തുറന്ന് കുറേ ആൾക്കാരെ പിടിച്ച് വിഴുങ്ങാൻ തുടങ്ങി. കുറേ പേരൊക്കെ ഓടി ഒളിച്ച് രക്ഷപ്പെട്ടെങ്കിലും ഒരു 100 പേരെ രാക്ഷസൻ്റെ വായ്ക്കകത്തായി. മഷിക്കുപ്പിച്ചക്കനാകെ ഇത്രയല്ലേ ഉള്ളൂ. തക്കാളി രാജകുമാരിയും ഇത്തിരിയേ ഉള്ളൂ. അവർ രണ്ടുപേരും അവിടെ കിടന്നിരുന്ന ഒരു ബക്കറ്റിനുള്ളിൽ കയറി ഒളിച്ചിരുന്നിരുന്നു. രാക്ഷസ രാജാവിന് അവരെ കിട്ടിയില്ല. പക്ഷേ ഒരു 100-150 പേരെ തിന്നതോടെ രാജാവ് ആകെ ക്ഷീണിച്ചു. അയാൾക്ക് മുന്നോട്ട് നടക്കാൻ വയ്യാതായി. അപ്പോൾ ഒന്ന് കിടന്ന് ഉറങ്ങിക്കളയാമെന്ന് കരുതിയിട്ട് ഒരു മരത്തിന് ചുവട്ടിൽ ചാരിക്കിടന്ന് രാക്ഷസ രാജാവ് ഒന്ന് മയങ്ങി. ഈ സമയത്ത് നമ്മുടെ മഷിക്കുപ്പിച്ചക്കൻ എന്ത് ചെയ്തു? അവൻ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന കുറേ ചിലന്തികളോട് സഹായം അഭ്യർത്ഥിച്ചു. മഷിക്കുപ്പിച്ചക്കനെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണല്ലോ. ചിലന്തികൾക്കും ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ചിലന്തികളുടെ രാജാവ് ഉടൻ തന്നെ രാജ്യത്തെ ചിലന്തികൾ മുഴുവൻ അവിടെ എത്താൻ ഉത്തരവിട്ടു. ചിലന്തികൾ വരിവരിയായിട്ട് വന്നു. എന്നിട്ട് അവരെല്ലാവരും കൂടി രാക്ഷസ രാജാവിന് ചുറ്റും ഒരു വല നെയ്യാൻ തുടങ്ങി. ഒരു ഭീമൻ വല. രാക്ഷസ രാജാവ് വലയ്ക്കുള്ളിൽ അകപ്പെട്ടുപോയി. ഉണർന്നപ്പോൾ രാജാവിന് എഴുന്നേക്കാൻ വയ്യ. മഷിക്കുപ്പിച്ചക്കൻ ഉടൻ തന്നെ ഭടന്മാരോട് ഒരു കത്തി കൊണ്ടുവരാൻ പറഞ്ഞു. ഭടന്മാർ കൊണ്ടുവന്ന വലിയ കത്തി കൊണ്ട് അവൻ രാക്ഷസ രാജാവിൻ്റെ വയറിൽ ഒരു ചെറിയ തുളയുണ്ടാക്കി. ആ ദ്വാരത്തിലൂടെ അവൻ രാക്ഷസം വിഴുങ്ങിയ മനുഷ്യരെ ഓരോരുത്തരെയായിട്ട് പുറത്തെത്തിച്ചു. അവർക്ക് ആർക്കും ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. എല്ലാവരും പുറത്തെത്തിക്കഴിഞ്ഞപ്പോൾ അവന് 1000 തുന്നൽക്കാരെ വിളിച്ചു. ആ തുന്നൽക്കാരെല്ലാവരും കൂടി ചേർന്ന് രാജാവിൻ്റെ വയറ്റിലെ മുറിവ് തുന്നിക്കെട്ടി.
ഞാൻ ഈ തക്കാളി രാജകുമാരിയുടെ മുടന്ത് മാറ്റാനുള്ള ഒരു മണിയെടുക്കാൻ വേണ്ടിയിട്ട്, ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ആ കുതിരയെ കൊണ്ടുപോയതാണ്. എനിക്കിനി കുതിരയെ കൊണ്ടുവരാൻ ആവശ്യമില്ല. അതോടെ രാക്ഷസ രാജാവിനും സന്തോഷമായി. രാജാവ് കുതിരപ്പുറത്ത് കയറി തിരിച്ചുപോയി. തക്കാളി പെണ്ണിനെ വിവാഹം കഴിച്ച് മഷിക്കുപ്പിച്ചക്കൻ ആ രാജ്യത്തിൻ്റെ രാജാവായിട്ട് തീർന്നു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.